ജ്ഞാനപ്പാന 374 വരിയുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചോ? വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒന്നും കൈ പൊന്തിച്ചാൽ നല്ലതാണ്. അവരമ്മ നാണക്കേടുന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ. ആരോടും പറയാം അല്ലേ? വായിച്ചില്ലെങ്കിൽ മലയാളത്തിലുള്ള വളരെ ലളിതമായ ഏറ്റവും ഗഹനമായ ഉപനിഷത്ത് സാരമുള്ള രാമായണവും മഹാഭാരതവും വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും ഇതിഹാസ പുരാണാദികളും മുഴുവൻ ഉൾക്കൊള്ളുന്ന ലളിതമായ ഒരു സാധനം. എങ്ങനെ ഇത് ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഭ്രാന്താണത് എഴുതി വായിച്ചാൽ. ഒരു ദിവസം ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ചാലക്കുടി റെഡ് ലൈറ്റ് ജംഗ്ഷൻ സിഗ്നലിൽ നിർത്തുമ്പോൾ മുന്നിലെ കാറിൻ്റെ പുറകിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാമതാണ്? ഇത് ജ്ഞാനപ്പാനയിലുള്ളതാണല്ലോ പടച്ചോനെ എന്ന് ഞാൻ വിചാരിച്ചു. അവൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഓവർടേക്ക് ചെയ്ത് പായണ്ട, കുത്തി മറിഞ്ഞ് വീഴും മോനെ അല്ലേ? അതിന് വരെ ഉപയോഗിക്കാൻ പറ്റും ഇത്. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. മധ്യേ നമ്മളിങ്ങനെ വണ്ടിയും കൊണ്ട് കാണുന്നത് മധ്യ വെച്ച് കാണും. ഏതൊരാൾ ബൈക്ക് കൊണ്ട് പോകുന്നു, മറ്റോ കാറും കൊണ്ട് പോകുന്നു, മറ്റോ ലോറിയും കൊണ്ട് മധ്യേ ഇങ്ങനെ കാണുന്നത്. എന്തിനാണ്ടോ മത്സരിക്കുന്നത്? പതുക്കെ പോയാൽ പോരെ? റെഡ് കണ്ടില്ലേ? ഇനി റെഡ് അങ്ങ് ഗ്രീൻ ആകുമ്പോഴത്തേക്ക് പറഞ്ഞ് കയറണോ? കയറി വന്നാന്ന് കുസുമ ടീച്ചറും ഞാനും ഒക്കെ സുരേന്ദ്രേട്ടനും കയറിയ കാർ ഇങ്ങനെ ഞങ്ങൾ കയറാൻ നോക്കുന്നേ ഉള്ളൂ. അവർ രണ്ടും എന്നെ ഓവർടേക്ക് ഒരാൾ പോയതാണ്. പോയി ഒരു KSRTC കുത്തി. അപ്പം ഞാനത് ആലോചിച്ചു, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനാണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അതിനകത്ത് പറഞ്ഞിട്ട് എവിടേക്ക് വേണമെങ്കിലും കൊള്ളിക്കാം അല്ലേ? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നത് ചിലർ എല്ലാ രാഷ്ട്രീയ പാർട്ടീൻ്റെ ഓഫീസിൽ കെട്ടിത്തൂക്കാൻ പറ്റുന്നതല്ലേ? ഏത് ഒരു രാഷ്ട്രീയ പാർട്ടീന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും പറ്റുന്നല്ലേ? ഓരോ ബാനർ അടുപ്പിച്ചോട്ടെ, പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താ നിങ്ങളുടെ വെറുതെ വിടൂലേ? മറ്റേക്കാരുണ്ടോ അതിൻ്റെ ഉള്ളിൽ? എല്ലാ പാർട്ടീൻ്റെ ഓഫീസിൽ കെട്ടിത്തൂക്കാൻ നല്ല ഫ്ലക്സാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നത് ചിലർ. ഒരു മന്ത്രി, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരുടെ മന്ത്രിയാണെന്നും പറയുന്നില്ല, നമ്മളെ ലോകനാർക്കാവ് വടകരയിൽ പോയ സമയത്ത് അവിടെ കണ്ടത് നിങ്ങൾ പോയിട്ടുണ്ടാവും. വടകരയിൽ ലോകനാർക്കാവ് പോയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പുറം ഭാഗത്തൊക്കെ പ്രാകാരങ്ങളിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ചിഹ്നം കാമസൂത്രത്തിലാണ്, വത്സ്യായന മഹർഷിൻ്റെ. അത് കണ്ടിട്ട് പറഞ്ഞേ ഞാൻ ഈ അമ്പലത്തിലേക്കൊന്നുമില്ല, ഞാൻ പോവാ, ഇതാണ് അമ്പലത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു ചെറിയ പൂജാരി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരനാണ്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അത് ആ പുറത്തു നിന്ന് അതല്ല കണ്ട് എൻ്റെ ഉള്ളിൽ കയറിയായിട്ട് അനുഭവിക്കാൻ വേണ്ടിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ളത് കണ്ട് സുഖിച്ച് ജീവിക്കലല്ല ക്ഷേത്രത്തിൻ്റെ സംസ്കാരം. അതിൻ്റെയും അപ്പുറത്തേക്ക് കടക്കണം. അതിൻ്റെ ഉള്ളിലാണല്ലോ ആരിയ്ക്കുന്നത്? ക്ഷേത്രേശൻ ഇരിക്കുന്നത്. അതിൻ്റെ ചൈതന്യവും എൻ്റെ ചൈതന്യവും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് തിരിച്ചു പോകുന്നവന് ഇത് മനസ്സിലാവില്ല. ഞാനിത് പറയാൻ കാരണം, അതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും കവാടത്തിലൊരു ഫ്ലക്സ് വെക്കുക, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് അല്ലാതെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം. അത് കണ്ട് ചിലപ്പോൾ തിരിച്ചു പോകും ചില ആൾക്കാർ. ഞാൻ ബാനർ അയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. കാരണം ഓൽക്ക് തോന്നും ഇത് എന്നെയാണല്ലോ പറയുന്നത് തോന്നും. ഇത് കണ്ടപ്പോൾ മന്ത്രിക്ക് തോന്നിയത് ഇതാണല്ലോ ഞാൻ കാണുന്നത്. അജന്ത എന്ന് പറഞ്ഞിട്ടൊരു കവിത, രാമേന്ദ്രൻ, കോഴിക്കോടുകാരനായിരുന്നു R. രാമേന്ദ്രൻ സാറ്, മരിച്ചുപോയി അല്ലേ? തടിയിലായിരുന്നു താമസിച്ചത്. R. രാമേന്ദ്രൻ സാറിൻ്റെ ഒരു കവിതയായിരുന്നു അജന്ത എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരിക്കൽ അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങളൊക്കെ കണ്ട് അവിടെ ക്ഷേത്രമൊക്കെ കണ്ട് വന്നതിൻ്റെ അനുഭവം എഴുതിയതാണ്. ഇങ്ങനെ തൂണുകളുണ്ട്. ഈ തൂണുകളിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കളിത്താമര കയ്യിലേന്തിയിട്ടുള്ള അർദ്ധനഗ്നയായ സുന്ദരികൾ, ഇങ്ങനെ ചുമരിലെല്ലാം ധ്യാനനിരതനായ ബുദ്ധൻ. എന്നിട്ട് അയാൾ ആ കവിതയിൽ ഇടയ്ക്ക് ചോദിക്കുക, നമ്മൾ ഇതിലെ യാത്ര ചെയ്യണമെന്ന് അവിടെ നിന്ന് തീരുമാനിക്കുന്നു. ബുദ്ധൻ ഭാര്യനെ മക്കളെ കൂട്ടിട്ട് രാത്രി സൈക്കിൾ എടുത്ത് പോയി കളഞ്ഞ മനുഷ്യനാണല്ലോ അല്ലേ? ഭ്രാന്തായിരുന്നല്ലോ മുമ്പർക്ക്. അറിയില്ലേ? ബുദ്ധനെ അറിയില്ലേ? അറിയില്ല. പണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് സാംസ്കാരിക പ്രവർത്തകർ 1987 കേട്ടോ
റഷ്യയിൽ പോയി. അന്ന് റഷ്യ ഉണ്ടായിരുന്നു, 91 റഷ്യ ഇല്ലാണ്ടായി പോയത്. എസ്റ്റോണിയ ലാത്വിയയിലെത്തി ചെജനിയൊക്കെ ആയിട്ട് കൂട്ടിത്തെറിച്ച് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ 2 സംശയം ചോദിച്ചു. ഞങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ശങ്കരനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കണം എന്ന്. അപ്പോൾ ഇവിടുന്ന് പോയാൽ ചിലർ ആരാധ ശങ്കരൻ എന്ന് വെച്ചു. എന്നാലും മറ്റോ പറഞ്ഞു കൊടുത്ത് ശങ്കരൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗുരുവായൂർ നടക്കിയിരുത്തിയ ആനക്കുട്ടീൻ്റെ പേരല്ലേ സത്യം ഇരുന്നത്. ആനക്കുട്ടീനെ നടക്കിയിരുത്തിയിരുന്നു. ശങ്കരനെ കുറിച്ച് അവരതാ പറഞ്ഞത്, ഇത് നുണയല്ല. ഇവിടുന്ന് സാംസ്കാരിക സംഘം പോയതാ റഷ്യയിലേക്ക്. അവർക്കറിയേണ്ടത് ശങ്കരനെ കുറിച്ചും ഗീതയെക്കുറിച്ചുമാണ്. രണ്ടാമത് അവർ ഗീതേനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ ഉദ്ദേശം അതായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. ഗീതേനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഗീത മറ്റേ ഓളെ കല്യാണം കഴിച്ചു വിട്ടല്ലോ എന്നിട്ടാൻ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. സത്യല്ലേ? കാര്യം അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാത്ത ഒരു അവസ്ഥ. മറിച്ച് കവികളും തത്വചിന്തകന്മാരും അവർ രാമായണത്തെ വിമർശിച്ചാൽ പോലും ഈ പറഞ്ഞ സുകുമാർ അഴീക്കോട് സാറാണ് ഒരിക്കലും പറഞ്ഞത്, രാമൻ്റെ സ്ഥാനത്ത് രാവണനും രാവണൻ്റെ സ്ഥാനത്ത് രാമനുമായിരുന്നെങ്കിൽ സീതയുടെ കഥയെന്താകുമായിരുന്നു എന്ന് സുകുമാർ അഴീക്കോട് സാർ. അപ്പോൾ അഴീക്കോട് സാർ എവിടെയാണ് നിന്നത്? രാവണൻ്റെ ഭാഗത്ത്. ആ അഴീക്കോട് സാറിന് പിറ്റേത്തെ വർഷം എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു. എങ്ങനെയുണ്ട് കേരളം? രാവണൻ്റെ ഭാഗത്ത് നിന്ന ആൾക്ക്. രാവണനെക്കുറിച്ച് ബ്രഹ്മാവ് പറയുകയാണ്, ഉത്തരരാമായണത്തിലുണ്ട്. രാവണനെക്കുറിച്ച് ബ്രഹ്മാവ് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, രാവണ നീ ബ്രാഹ്മണനാണ്, ഉത്തമ ബ്രാഹ്മണനാണ്, സംഭവ വംശജനാണ്, നീ ഇങ്ങനെ അധർമ്മിയായിട്ട് മാറരുത്. രാമനേക്കാൾ പോസിറ്റീവായിട്ട് ജീവിക്കേണ്ട ആളാ. അപ്പം ജന്മം കൊണ്ട് രാമൻ ബ്രാഹ്മണനാണോ? അല്ല. കർമ്മം കൊണ്ട് ക്ഷത്രിയനാണെങ്കിൽ പോലും ജന്മം കൊണ്ട് ബ്രാഹ്മണനായ രാവണനേക്കാൾ കേമനാണ്. ആര്? രാമൻ. അതുകൊണ്ടാണ് സാഹിത്യകാരന്മാർ അറിയാതെ വിമർശനാത്മകമായിട്ടെങ്കിലും രാമൻ്റെ പുറകെ വരുന്നത്. ഈ അഴീക്കോട് സാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയ കൃതി ഏതാണെന്നറിയോ? തത്വമസി. എൻ്റെ അവാർഡ് കിട്ടിയ കൃതിയാണ് തത്വമസി. വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ആത്മാവിൻ്റെ ഹിമാലയം എന്ന് തുടങ്ങിയിട്ടുള്ള ആമുഖ പാഠം മുതൽ ആ തത്വമസി എന്ത് വെച്ചിട്ട് എഴുതിയെന്നറിയോ? തത്വമസി എവിടെയുള്ളതാ? തത്വമസി എന്നുള്ള വാക്യം ശബരിമലയിലേക്ക് എവിടുന്ന് വന്ന? നേരത്തെ ആത്മാവിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇവിടെ എത്തി. ശബരിമലയിലേക്ക് അത് എവിടുന്നാണ് ആ വാക്യം? എവിടുന്നാണ്? ചിലവർ അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. വേദത്തിലുള്ള മഹാവാക്യങ്ങളിൽപ്പെട്ട ഒന്നാണത്, അല്ലേ? അയം ആത്മബ്രഹ്മ, സർവം ഖല്ലിതം ബ്രഹ്മ, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങൾ. 5ാമത്തത് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നും കൂടെ ഉണ്ട്, അഭയം വൈ ബ്രഹ്മ. 4 വേദങ്ങളിലൂടെ വരുന്ന 4 മഹാവാക്യങ്ങളിലൊന്നായി ഏറ്റവും അറിയപ്പെടുന്നത് തത് ത്വം അസി, അത് നീ തന്നെയാകും. നീ അന്വേഷിച്ചു വരുന്ന ശാന്തിയും സമാധാനവും നിനക്ക് സഞ്ചിയിലിട്ട് തരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയല്ല ഞാൻ. ആര്? 5ൻ്റെ അപ്പനായ, പഞ്ചഭൂതങ്ങളുടെ അപ്പനായ അയ്യപ്പൻ പറയാണ്, ഇതൊക്കെ നിന്നിലുണ്ടടാ. ശാന്തിയും സമാധാനവും സത്യവും നീതിയും ധർമ്മവും ഒക്കെ നിന്നിലുണ്ട്. നീ നിന്നെ അറിയുക. അതാണ് ആത്മാനം അധികൃത്യ എന്ന് പറഞ്ഞാൽ. ഈ ചിന്ത അവതരിപ്പിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്? അഴീക്കോട് സാർ. വായിക്കണം, നിങ്ങൾ പുസ്തകം വായിക്കണം. അതിൻ്റെ മുമ്പെയോ പിൻപെയോ രാമായണം വായിക്കുക, വേദങ്ങളോ ഉപനിഷത്തുകളോ വായിക്കുക. 10 ഉപനിഷത്തുകളെ അടുത്തത്. ഈശാവാസ്യം, കേനം, കഠം, പ്രശ്നം, മുണ്ഡകം, മാണ്ഡൂക്യം, തൈത്തീരിയം, ഐതരേയം, ചാന്തോക്യം, ബൃഹദാരണ്യകം. ഈ 10 പഠിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത്. അഴീക്കോട് വിമർശിക്കപ്പെടുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം എഴുതിയിരുന്നു M.R. രാജേഷ്. അതേപോലെ തന്നെ ഒന്ന് പരമേശ്വർജിൻ്റെതുണ്ടായിരുന്നു. പരമേശ്വർജിയുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, പരമേശ്വർജി ഈ 10 ഉപനിഷത്തുകളില്ല എങ്കിൽ അഴീക്കോടില്ല. അതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം എഴുതിയ കൃതിയാണ് ഞാൻ പറഞ്ഞ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്നുള്ള ഖണ്ഡകാവ്യം. 193 വരികളാണ് ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. 193 ശ്ലോകങ്ങളുള്ള ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കൃതിയെ പഠിച്ചിട്ട്
ആശാൻ്റെ സീതാകാവ്യം എന്ന് പറയുന്ന ഒരു കൃതിയാണ് സുകുമാർ അഴീക്കോട്. ആശാൻ്റെ സീത വായിക്കണം, നല്ല കൃതിയാണ്. പക്ഷേ നന്നാവാൻ കാരണം എന്താണ്? രാമായണമാണ്. എഴുത്തച്ഛനുള്ളതുകൊണ്ടാണ്, വാൽമീകി ഉള്ളതുകൊണ്ടാണ്, ബ്രഹ്മരാമായണം ഉണ്ടായിരുന്നുകൊണ്ടാണ്, അധ്യാത്മരാമായണം ഉണ്ടായിരുന്നുകൊണ്ടാണ്, കണ്ണശ രാമായണം ഉണ്ടായിരുന്നുകൊണ്ടാണ്. എഴുത്തച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? എഴുത്തച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്നറിയാം? ഏതൊക്കെ വിഷയത്തിൽ എഴുത്തച്ഛന് PhD ഉണ്ട്? ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും. കാരണം വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നാട് കേരളം മാത്രമേ ഉള്ളൂ. എവിടുന്ന് വെച്ചാൽ നമ്മൾ മേടിച്ചു തരാം അല്ലേ? എല്ലാ ആളുകൾക്കും സർട്ടിഫിക്കറ്റ്, കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ എളുപ്പമുള്ള സ്ഥലം എവിടെയാണ്? കേരളമാണ്. എല്ലാ രോഗങ്ങളും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന നിപ്പ പ്രത്യക്ഷപ്പെട്ട ലോകത്തിൽ ആദ്യമായിട്ട് എവിടെയാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് പ്രത്യക്ഷപ്പെട്ട എവിടെയാണ്? കേരളം. ഇത്രയും ഏറെ ബിവറേജിന് സാധനം വിൽക്കുന്ന സ്ഥലം എവിടെയാണ്? കേരളം. ഇത്രയേറെ ലോട്ടറി വിൽക്കുന്ന സ്ഥലം എവിടെയാണ്? കേരളം. ഇത്രയും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന സ്ഥലം എവിടെയാണ്? കേരളം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് വിളിച്ചത്. അതുകൊണ്ടാണ് വിളിച്ചത്, വേറൊന്നുകൊണ്ടല്ല. അപ്പോൾ ഞാൻ ചോദിച്ചെന്താണ്? എത്ര പേരെ പഠിച്ചു? എഴുത്തച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോവാത്ത എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ 300-ലധികം PhD പ്രബന്ധങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് 300-ലധികം ആളുകൾ. കഷ്ടകാലത്തിന് അങ്ങനെ ഡോക്ടറേറ്റ് എടുത്ത ഒരാളുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാനറിയില്ലായിരുന്നു ഇയാൾ ഡോക്ടറേറ്റ് എടുത്തത് എഴുത്തച്ഛനിലാണോ എന്നൊന്നും. ഒരു സ്ഥലത്ത് പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അങ്ങനെയൊക്കെ രാമായണത്തിന് പഠിക്കുകയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ രാമായണത്തിലാണ് PhD എടുത്തത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞത് നന്നായി, ആദ്യമേ നിങ്ങൾ പറഞ്ഞാൽ ഞാനും ഇവിടെ പ്രസംഗിക്കൂലായിരുന്നു. കാരണം അവർ ഗവേഷണം നടത്തുന്നത് ഒരിക്കലും ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലോ അർത്ഥകാമങ്ങളെക്കുറിച്ച് പഠിക്കാനോ ആധ്യാത്മികതയെ വിലയിരുത്താനോ ഒന്നുമല്ല. അവർ വെറും സാഹിത്യത്തിലും ഭാഷയിലും വ്യാകരണത്തിലും ഒതുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാറുണ്ട്, ഈ രാമായണം വായിച്ച് പഠിച്ചാൽ എന്ത് ഗുണം കിട്ടും? സ്കൂളിൽ പോകാത്ത ആൾ എഴുതിയ രാമായണമാണേ. രാമായണം, അധ്യാത്മരാമായണം, കിളിപ്പാട്ട് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചാൽ, പ്രത്യേകിച്ച് സുന്ദരകാന്ഡം പോലെയുള്ള ഭാഗങ്ങൾ വായിച്ച് പഠിച്ചാൽ ഇന്നുള്ളൊരു ആക്ഷേപം മാറും. എന്താണെന്നറിയാം? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും 4ാം ക്ലാസ്സിലെയോ 3ാം ക്ലാസ്സിലെയോ മലയാള പാഠപുസ്തകങ്ങൾ വായിക്കാൻ അറിഞ്ഞുകൂടാന്ന് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി 23 സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക്, അല്ലേ, 23 സംസ്ഥാനം, 23, 24 എത്രയോടൊന്നും വെച്ചിട്ടെടുത്തു. ആ മന്ത്രി പറഞ്ഞു, കേട്ടോ നിങ്ങൾ, 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പണ്ഡിതനോ മലയാളം പണ്ഡിതനോ ഒന്നുമല്ല, എനിക്ക് 2 ഭാഷ പോലും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ +2 കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി ഇംഗ്ലീഷും മര്യാദയ്ക്ക് എഴുതൂല, മലയാളവും മര്യാദയ്ക്ക് എഴുതൂല. അതെനിക്കറിയാം. പക്ഷെ മലയാളം ഞാൻ നന്നായിട്ട് എഴുതും. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഏടെ പഠിച്ചാൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിച്ച് പഠിച്ചാൽ മലയാളമെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ ഭാഷാപരമായിട്ട് സാധിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് സുന്ദരകാന്ഡം വ്യക്തമാണ്. ഇന്ന് നിങ്ങൾ ചാനലിലൊക്കെ വാർത്ത വായിക്കുന്ന ആളുകളില്ലേ, അവരെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരാൾ വാർത്ത അങ്ങോട്ട് തുടങ്ങും, എന്നിട്ട് പറയും, എന്താ മണിപ്പൂരിലെ കലാപം ഇപ്പോൾ എവിടെ എത്തി, കൃഷ്ണൻകുട്ടി എവിടെ എത്തി? ഇപ്പം പറയില്ല ബാക്കി. ഇവനോട് തുടങ്ങി മറ്റവനോടാ ചോദിക്കുക എവിടെ എത്തി. പറയും, ഞാനിപ്പോൾ മണിപ്പൂരിൽ ഞാൻ നിൽക്കുന്നത് ഈ നടു റോട്ടിലാണ്. അതായത് നമുക്കറിയാം. പിന്നെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മണിപ്പൂർ പിന്നെ ഈ നമ്മുടെ പിന്നെ കൂടുതൽ ഞാൻ ശരി 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 തിരിച്ചു വരാം വാർത്തയായി. ഇത് പ്രശ്നം എന്താണെന്നറിയോ? ഭാഷ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എത്ര പഠിച്ചിട്ടും കാര്യമില്ല. എഴുത്തച്ഛന് കൃത്യമായിട്ട് മനസ്സിലായി, മലയാളികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഒന്ന്, സുന്ദരകാന്ഡം ഞാൻ എല്ലായ്പ്പോഴും ചൊല്ലിക്കേൾപ്പിക്കാറുണ്ട്. നിങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ് അല്ലേ?
അതിൽ ഭാഷ മാത്രമല്ല സംസ്കാരവുമുണ്ട്, ആധ്യാത്മികതയുണ്ട്. സുന്ദരകാന്ഡത്തിൽ ആരാ സുന്ദരൻ? ഞാനല്ല. ആരാണ് സുന്ദരൻ? ഹനുമാനാണ്. ഇത്ര സുന്ദരമായിട്ട് ചിന്തിക്കുകയും സുന്ദരമായിട്ട് ജീവിക്കുകയും ചെയ്ത ഹനുമാനെ എത്ര സുന്ദരമായിട്ടാണ് സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ്റെ ആ കാണ്ഡം വർണ്ണിച്ചിരിക്കുന്നതെന്നറിയോ, അവതരിപ്പിച്ചിരിക്കുന്നതെന്നറിയോ? ആ സുന്ദരകാന്ഡം മാത്രം നമ്മൾ കേരളീയർ പഠിച്ചാൽ മതി. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരൊടമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതി ജബലമമ്പരെ മാനേന പോകുന്നിതാശരേ ശാലയെ. ആ ഭാഗത്ത് ഒന്നുള്ളത് ഹനുമാൻ്റെ സംസ്കാരമാണ്, എഴുത്തച്ഛൻ്റെ ഭാഷയിലൂടെ. ഇത് ഈ സുന്ദരകാന്ഡം നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മലയാളത്തിൽ ഏത് കൃതിയും വായിക്കാം, ഏത് കവിതയും വായിക്കാം. ഈ കർക്കിടക മാസത്തിൽ തുടങ്ങിയിട്ട് രാമായണമെന്നല്ല, അത് ഉപനിഷത്ത് ചർച്ചകളിലേക്കും മഹാഭാരതം കഥയുടെ ചർച്ചകളിലേക്കും ഒക്കെയായിട്ട് ക്ഷേത്രത്തിലും വീടുകളിലായിട്ട് മാറി 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 വെച്ചാൽ ആ പ്രദേശത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറും. നല്ല മനസ്സുള്ള ഒരാളൊരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എന്തായിരിക്കും അവസ്ഥ തോന്നുക? അയ്യോ ഞാനൊക്കെ സുഖമായിട്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 6 മാസം 3 മാസം കൂടുമ്പോൾ നമ്മളെല്ലാവരും മെഡിക്കൽ കോളേജിലൊക്കെ പോയി നോക്കണം കേട്ടോ. പോയി നോക്കിയിട്ടുണ്ടോ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല. വളരെ പാവപ്പെട്ട ആളുകളുടെ ഈ ചേരി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോകണം, സമ്പർക്കം. അവിടെ പോയി കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അവരെവിടെയാണ് കിടന്നുറങ്ങുന്നത്, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുക നമ്മളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സുഖമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊന്നും കാണാതിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ എന്തൊക്കെയുണ്ട് മാഷ വിശേഷം എന്ന് ചോദിച്ചാൽ പറയും എന്താ പറയുന്നത്, ബാങ്കിൽ കടമാണ്, ആ മക്കളെ കാര്യം ആലോചിച്ചിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളുടെ കാര്യപ്പോൾ മുണ്ടലുമില്ല, ഇങ്ങനെ പലതും നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ നമ്മൾ കാണും. അതിനുള്ള നല്ല വഴിയാണ് പറയുന്നത് സമ്പർക്കവും സത്സംഗവും. അപ്പോൾ ക്ഷേത്രം അതിനൊരു കേന്ദ്രമാണ്. ആ ക്ഷേത്രം പവിത്രമായിട്ട് സൂക്ഷിക്കുന്നത് അവിടേക്ക് വരുമ്പോൾ നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഈ 3 തലത്തിലെങ്കിലും, ഭക്ഷണവും പറയാം നമുക്ക്, ശുദ്ധി ദീക്ഷിച്ചുകൊണ്ട് വരുന്നു. നമ്മളായിട്ട് നമുക്കെന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ രോഗാണുക്കളോ ഉണ്ടാവരുത്. നമ്മളായിട്ട് അതുകൊണ്ട് വരാൻ പാടില്ലാത്തൊരു കേന്ദ്രമാണ് ക്ഷേത്രം. അപ്പം ക്ഷേത്രത്തിലെത്തുമ്പോൾ ശുദ്ധി ദീക്ഷിക്കുന്നത് വരുന്ന എല്ലാവർക്കും അവിടെ ശാന്തിയും സമാധാനവും എല്ലാ തലത്തിലും കിട്ടണം. അവിടെ നിന്ന് ചിന്തിക്കുന്ന അതേ കാര്യം നമ്മൾ വീട്ടിൽ നടപ്പാക്കണം. ഇപ്പം നമ്മൾ ഈ മഴക്കാല ജന്യ രോഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, ആലോചിച്ച് നോക്ക്. ഈ മഴക്കാലം വരുന്ന സമയത്താണ്, കോവിഡ് വരുന്ന സമയത്താണ്, നിപ്പ വരുന്ന സമയത്താണ് കൈ കഴുകണം, കാല് കഴുകണം, മുഖം കഴുകണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഭാരതീയർ ഇതെപ്പോൾ പറഞ്ഞതാണ്? ഏതോ യുഗങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് അല്ലേ? ധ്യാനിക്കണം എപ്പോഴാണ് പറയുന്നതെന്നറിയോ? ഇപ്പം പോസ്റ്റ് മോഡേൺ സൈക്കോളജിക്കൽ ഈറയിലാണ് പറയുന്നത്, നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഗുളിക കുടിച്ചിട്ട് കാര്യമില്ല. സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊക്കെ ഉറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഗുളിക തരും. ഇതൊക്കെ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ആജീവനാന്തം കഴിക്കണം. ഇവൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമാവും. അസ്വസ്ഥത, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട്, കൗടുംബിക പ്രശ്നം കൊണ്ട്, സാമൂഹിക പ്രശ്നം കൊണ്ട്. അത് മാറണമെങ്കിൽ നിരന്തരം ഗുളിക കഴിക്കണം. ഇപ്പം നമ്മളുടെ വീടുകളിലൊക്കെ അല്ലെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവും ഒന്നുകിൽ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ. പ്രത്യേകിച്ച് ഷുഗറുമായിട്ടും പ്രഷറുമായിട്ടും ഒക്കെ ഏതെങ്കിലും ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഡോക്ടർമാരിരിക്കുന്നുണ്ടെങ്കിലും എനിക്കറിഞ്ഞുകൂടാ, അവരെന്താ പറയുകയെന്നറിയാം, മരുന്ന് കുടിക്കാൻ തുടങ്ങിയാൽ മരണം വരെ കുടിക്കണം. ശരിയാണോ? പിന്നെന്തിനു വേണം നമ്മൾ മരുന്ന് കുടിക്കാൻ പോകുന്നത്?
ഭക്ഷണത്തിന് പകരം മരുന്നായി മാറി. ഭക്ഷണം ഇല്ലപ്പോൾ മരുന്നാണ് ആളുകൾക്ക്. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, ഭക്ഷണമായിരുന്നു മരുന്ന്. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അത്. എല്ലാ ദിവസവും പരമാവധി ക്ഷേത്ര ദർശനം നടത്തുക. അതിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ സാമൂഹ്യാരാധനയും സത്സംഗങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരിക. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് വരിക, എന്നിട്ട് തിരിച്ചു പോയിട്ട് ലളിതമായിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് 2, 3, 7 ദിവസങ്ങളിലൊക്കെ നമ്മൾ വ്രതം സ്വീകരിക്കുന്നു. അപ്പോൾ ആ വ്രതത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. മാംസം ഒഴിവാക്കി നിർത്തുന്നു, മത്സ്യം കഴിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല, അതൊക്കെ മാറ്റി. എന്തിനാതിപ്പോൾ ഇപ്പം പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസ് പറയാൻ തുടങ്ങി, നിങ്ങൾ മാംസം പൊരിച്ചത് കഴിക്കരുത്, ചോന്നത് കഴിക്കരുത്, അല്ലേ? റെഡ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് പോത്തിറച്ചീനെ കുറിച്ചും പന്നിയിറച്ചീനെ കുറിച്ചും ഒക്കെ മെഡിക്കൽ സയൻസ് പറയുകയാണ്, കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, ഡെഡ് കൊളസ്ട്രോൾ ഉറപ്പാണ്. അതും 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ചോറ് പോലും നമ്മൾ രാത്രിയിലൊന്നും കഴിക്കാതിരിക്കുക. രാത്രി ഭക്ഷണം ഇല്ലായിരുന്നു ഭാരതീയർ പണ്ട്. സന്ധ്യയ്ക്ക് മുമ്പേ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നാമം ജപിച്ച് കിടന്നുറങ്ങുക ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭക്ഷണ രീതികൾ, ക്ഷേത്രത്തിലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ശുദ്ധി, ഇതൊക്കെ സമൂഹത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനുള്ള വളരെ മനോഹരമായ തന്ത്രങ്ങളായി. ഇത് നമ്മളെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് ആ തരത്തിലുള്ള കാര്യങ്ങൾ കുറഞ്ഞു വന്നു. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നവർ, അമ്പലത്തിൽ പോയിട്ട് എന്താണ് കിട്ടുക എന്ന് ചോദിക്കുന്നവർ ധാരാളമായിട്ട്. ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പല സംഗതികളുണ്ട്. അവിടുത്തെ വിളക്കുകളാണെങ്കിലും ശരി, അവിടുത്തെ ആലാണെങ്കിലും ശരി, തുളസിയാണെങ്കിലും ശരി, അവിടുത്തെ ദ്രവ്യങ്ങൾ ഓരോന്നും, അവിടെ നിന്ന് കിട്ടുന്ന പൂജാദ്രവ്യങ്ങളായാലും പ്രസാദങ്ങളായാലും ഒക്കെ ആരോഗ്യകരമായിട്ടുള്ളത് മാത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആചാരങ്ങളിലൊക്കെയുള്ള ഭക്ഷണ രീതികൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഉദാഹരണത്തിന് മാതൃദിനമായിട്ട് നമ്മൾ തിരുവാതിരയൊക്കെ ആചരിക്കുന്നില്ലേ അമ്മമാർ? അന്ന് എന്തൊക്കെയാണ് ചെയ്യുക അമ്മമാർ? ഊഞ്ഞാലാട്ടം ഉണ്ടാവും അല്ലേ? വേറെ എന്തൊക്കെയാണ് ചെയ്യാം? കുളിച്ച് അല്ലേ, തുടിച്ച് കുളിച്ച് തൊഴിൽ, പിന്നെ കൈകൊട്ടിക്കളി. ഇന്ന് കൈകൊട്ടിക്കളി നമ്മൾ നടത്തിയാലോ? ആ സ്റ്റെപ്പ് എടുക്കാൻ വെച്ചാൽ ഞാനില്ല കേട്ടോ. എന്താ, ഇരിക്കാൻ കഴിയില്ല, ഇരുന്ന് എണീക്കാൻ കഴിയില്ല, നടുവിളിക്ക് പോകും. നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ക്ഷേത്ര കലകളായിട്ട് പല സംഗതികളുണ്ടായിരുന്നു. ഇപ്പോഴും ചില ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കാശ് കൊടുത്തിട്ട് കൊണ്ടുവരികയാണ് ആളുകളെ ചെയ്യുന്നത്. ഇന്നെങ്കിലും പണ്ട് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കലാകാരന്മാരുണ്ടായിരുന്നു. അവിടെ തെയ്യത്തിൻ്റെയും തെറയുടെയും എല്ലാം ഓരോ ഭാഷയാണല്ലോ ഓരോ സ്ഥലങ്ങളിൽ. പലതുമായിട്ട് പടയണി, കോലം തുള്ളൽ, തെറയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ വേഷം കെട്ടിയിട്ട് ആളുകൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മൾ കളിച്ചാലോ പിന്നെ എണീക്കലുണ്ടാവുകയില്ല. ശരിക്കും ക്ഷേത്രകലകളിൽ നിപുണരായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലുള്ള ആളുകൾ. കോൽക്കളി നടത്തിയിരുന്നു, വള്ളംകളി നടത്തിയിരുന്നു, അല്ലേ? ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ കോൽക്കളി ഉണ്ടോ? ഈ കൈകൊട്ടിക്കളി ഉണ്ടോ? എന്തൊക്കെയാണുള്ളത്? നാട്ടുകാരോട് പൈസ കിട്ടണമെങ്കിൽ ഇതൊന്നും നടത്തിയിട്ട് കാര്യമില്ല. കമ്മിറ്റിക്കാരാണ് ആദ്യം പറയുന്നത്. ഇവിടുത്തെ കമ്മിറ്റിക്കാരും അറിയാലോ, വേറെ സ്ഥലത്ത് എന്താ വെക്കാൻ വിളിച്ചിട്ട് എന്തൊക്കെയാ പരിപാടി വെക്കുക? മിമിക്സ് പരേഡ് വെക്കും. നസീറിൻ്റെ ഒച്ച, ജയൻ്റെ ഒച്ച. നല്ലതാണ്, കല തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ഇതിലൂടെ എന്താണ് പരിവർത്തനം ഉണ്ടാവുന്നത്? ഒരു പരിവർത്തനം ഉണ്ടാവുന്നില്ല സമൂഹത്തിന്. അവിടെ ഒന്നുകിൽ കുട്ടികളുടെ കലാപരിപാടി വെച്ചാലെങ്കിലും മാറ്റം ഉണ്ടാവും. ആ പ്രദേശത്തുള്ള വിശ്വാസികളായതോ ഏതോ ആവട്ടെ, കുട്ടികളുടെ പാട്ടോ ഡാൻസോ കാര്യം അതിനൊന്നും ചിലപ്പോൾ പ്രാധാന്യം വഹിക്കില്ല. കരിമരുന്ന് പ്രയോഗം 1.5 കോടിയുടെ കമ്പക്കെട്ടാണ് നടക്കുന്നത്. ആ കമ്പക്കെട്ടോട് കൂടി ഉത്സവം നിൽക്കുകയും ചെയ്യും. കാരണം തീ പിടിച്ചിട്ട് 10 ആൾ ചാവും, തീർന്നു. ആനയെഴുന്നള്ളത്തും മറ്റേ അമ്പലത്തിൽ അല്ലേ, ചെമ്പരത്തൂരേക്ക് പോകുന്നൊരു അമ്പലം ഉണ്ടല്ലോ, അല്ലേ, ഭഗവതി ക്ഷേത്രം.
അല്ലേ? ദുർഗാദേവി ക്ഷേത്രം ആടെ 3 ആനയാണെങ്കിൽ ഇവിടെ 33 ആനേനെ കൊണ്ടുപോയി. എന്നിട്ട് ആനയ്ക്ക് ഇതെല്ലാം കൂടി കണ്ടിട്ട് ആകെ നിൽക്കാനും തിരിയാനും സ്ഥലമല്ല, നാട്ടുകാർ മൊത്തം വരികയും ചെയ്തു. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ കൂടുമ്പോൾ സന്തോഷം ഉണ്ടാവുമോ? സന്തോഷം ഉണ്ടാവുമോ? ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് നമ്മുടെ വീടുകളിലൊക്കെയാണ്, ഈ ഹൈന്ദവ ഭവനങ്ങളിൽ അധ്വാനിച്ചിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് വൈകുന്നേരം എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? പറയുന്നില്ല, തിരിച്ചു നോക്കുക അല്ലേ? എന്നിട്ട് പറയാണ് വീട്ടിലെ ദാരിദ്ര്യം പോകുന്നില്ല. ഈ മഹാരോഗം ലോകം മുഴുവൻ പിടിപെട്ടിട്ട് ജോലിയില്ല, കഷ്ടപ്പാട്, ബഹളം, ദുരിതം എന്നൊക്കെ പറഞ്ഞ് നടന്ന് അവസാനം അങ്ങ് തുറന്നു വിട്ടപ്പോൾ 118 കോടിയുടേതാണ് നമ്മൾ കുടിച്ചത്. 118 കോടിയുടെ ദാരിദ്ര്യമോ കേരളത്തിന്? പിറ്റേത്തെ ഓണത്തിന് കുടിച്ചത് 285 കോടി. 285 കോടി. അടുത്ത ഓണത്തിന് എത്രയാണ് നിങ്ങൾ കണക്കാക്കിക്കുക? ഇതിൽ ഭൂരിപക്ഷം ഉപയോഗിക്കുന്നതും ആരാണ്? ഭാരതീയരെന്ന് പറയുന്ന ആളുകളാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല, ബോധപൂർവം. ക്ഷേത്രത്തിൽ വന്നാൽ എന്താ കിട്ടുക എന്ന് ചോദിക്കുന്നവൻ അവിടെ പോയി നിന്നിട്ട് എന്താ കിട്ടുന്നത്? ലിവർ സിറോസിസ് മുതൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കാരിയർമാർ ഉൾപ്പെടെ നമ്മുടെ വീടുകളിലെ കുട്ടികളാണ് കഞ്ചാവ് കഴിഞ്ഞു, ചരസ് കഴിഞ്ഞു, ബാങ്ക് കഴിഞ്ഞു, ഹാഷിഷ് കഴിഞ്ഞു, ബ്രൗൺ ഷുഗർ കഴിഞ്ഞു, LSD സ്റ്റാമ്പ് കഴിഞ്ഞു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? MDMA-ലാണ്. കേരളത്തിലുള്ള സാധനങ്ങൾ ഏതൊക്കെ കേട്ടോ? നമ്മൾ പണ്ട് ഈ വയലിലുള്ള നെല്ലൊക്കെ മോശമാക്കി കളയുന്ന ചാഴി എന്നൊക്കെ പറയുന്ന ജീവികൾ വരികയായിരുന്നല്ലോ. അതിനടിക്കുന്ന മരുന്നുകൾ കേട്ടിരുന്നു. എൻട്രീൻ, പരാമർ, എക്കാലക്സ്, നോക്രോൺ, മലാത്തിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തി കൂടി വരുന്ന സാധനങ്ങളത്. എൻട്രീൻ അടിച്ചു, 2 തലമുറയ്ക്ക് എൻട്രീൻ അടിച്ചാൽ പിന്നെ വരുന്ന ചാഴി ടൗസർ കുപ്പായ കൊടുത്താൽ വരിക. ഈ അടിക്കുക എൻട്രീൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ തലമുറ അത്രയും പവർഫുള്ളായിട്ട് വരിക. ഇന്ന് കേരളത്തിലുള്ള യുവാക്കന്മാരെയും യുവതികളെയും വീടുകളെയും നശിപ്പിക്കണമെങ്കിൽ പഴയ കഞ്ചാവും ചരസും ബാങ്കും ഹഷിഷും ഒന്നും പോരാ. എന്ത് വേണം? 5 കൊല്ലം കൊണ്ട് ബ്രെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ദ്രവിച്ചു പോകുന്ന, എല്ല് ദ്രവിച്ചു പോകുന്ന MDMA വേണം. ഇറക്കുമതി ചെയ്യുന്ന സ്ഥലങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. പത്രം വായിക്കണം, ചാനലുകളിലെ ന്യൂസ് കാണണം. അത് ഇറക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അവർ. ഇത് കഴിക്കുന്ന ആളുകൾ മുഴുവൻ നമ്മളാണ്. അവിടെയാണ് ഭക്തി വേണോ, യുക്തി വേണോ, ശാസ്ത്രം വേണോ എന്ന് ചിന്തിക്കേണ്ടത്. ഭക്തി കൊണ്ട് എന്താ കിട്ടുക? എന്താ കിട്ടുക? രാമായണ സത്സംഗം എല്ലാ വീടുകളിലും 30 വീടുകളിൽ നമ്മൾ നടത്തുന്നു. ഒരു ദിവസം ഒന്നിച്ച് ക്ഷേത്രത്തിൽ കൂടുന്നു. നമുക്കെന്താ കിട്ടുക? കാട്ടാളനായിരുന്നല്ലോ ആര്? രത്നാകരൻ, വാൽമീകിയായ ആൾ. അദ്ദേഹത്തിന് കാട്ടാളത്തം മാറി ഋഷികവിയായി മാറാൻ, മഹർഷിയാവാൻ, ആദികവിയാവാൻ വേണ്ടിയിട്ട് ആരാ അവിടെ വന്നത്? സപ്തർഷികളാണ്. മാരീചനും അങ്കിരസും അത്രയും പുലസ്ത്യനും തുടങ്ങിയ സപ്തർഷികൾ വന്നു. അവർ വന്നിട്ട് എന്താ അവസാനം പറഞ്ഞു കൊടുത്തത്? രാമനാമം പറഞ്ഞു കൊടുത്തു. നീ രാമനാമം ജപിച്ചാൽ മതി. കാട്ടാളനെ പരിവർത്തനപ്പെടുത്താൻ ഋഷി പരമ്പരകൾ വന്ന് മന്ത്രം കൊടുത്ത് അവനെ ബോധ്യപ്പെടുത്തി. ആ രാമമന്ത്രത്തിലൂടെ അവനിൽ അക്ഷരജ്ഞാനമുണ്ടായി. അതിലൂടെ അവൻ്റെ മനസ്സിലെ ഭാവങ്ങൾ മാറി. ഭാഷാപരമായ ചിന്തയുണ്ടായി, സാഹിത്യപരമായ ചിന്തയുണ്ടായി. അക്ഷരജ്ഞാനം ഭാഷയിലേക്കും ഭാഷ സാഹിത്യത്തിലേക്കും സാഹിത്യം സംസ്കാരത്തിലേക്കും മാറിയപ്പോഴാണ് രത്നാകരൻ എന്ന കാട്ടാളൻ ആരായി മാറിയത്? വാൽമീകിയായി മാറിയത്. നല്ല ഭാഷയും നല്ല സാഹിത്യവും സംസ്കാരമുള്ളതാണ്. ഇന്നിറങ്ങുന്ന പല പുസ്തകങ്ങളും പുതിയ കവിതകളും ഒക്കെ ഞാൻ വായിക്കാം.
മാതൃഭൂമിയിലോ കലാകൗമുദിയിലോ അല്ലെങ്കിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലോ പലതും വായിച്ചു നോക്കുമ്പോൾ മനുഷ്യനിലേക്ക് എങ്ങനെ അസാൻമാർഗികതകളും അസന്തുഷ്ടികളും കുത്തിവെച്ചിട്ട് അവനെ വഴിതെറ്റിക്കാം. കാണണ്ടെന്നല്ലേ നിങ്ങൾ സീരിയൽ കാണണ്ടെന്നോ മൊബൈൽ എടുക്കണ്ടെന്നോ ടി വി ഒന്നും പറയുന്നില്ല. കാണണം. പോത്തിറച്ചി കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മൂരിയിറച്ചി കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്താണോ കാണുന്നത് അതിൻ്റെ ആ ഒരു സംസ്കാരം അത് നിരന്തരമാവുന്ന സമയത്ത് നമ്മളിലേക്ക് അത് കയറി വരും. അത് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു രീതിയാണ്. അതുകൊണ്ടാണ് പ്രാചീന പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത്, മഹാകാവ്യത്തിനെ കുറിച്ച് ഇതിഹാസത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, ചതുർവിധ പുരുഷാർത്ഥങ്ങളെ നമുക്ക് തരുന്നതായിരിക്കണം സാഹിത്യകൃതി എന്നാണ്. സാഹിത്യം മനയോ ശോഭ ശാലിതാമൃതികാപ്യസൗ അന്യൂന അനതിരിക്തത്വ മനോഹാരിണ്യ അവസ്ഥിതി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പറയുന്നുണ്ട്. ധർമാർത്ഥ കാമമോക്ഷേഷു വൈചക്ഷണ്യം കലാസുച പ്രീതിം കരോതി കീർത്തിം ച സാധു കാവ്യ നിസേവനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കി തരണം. പ്രീതി, കരോതി, കീർത്തി. അതുപോലെ സാഹിത്യത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരിടത്ത് ദണ്ഡി പറയുന്നത് കാന്ത സംമിതതയോപദേശ യുജേ എന്ന് പറയുന്നുണ്ട്. നല്ല ഒരു ഭാര്യ, നല്ലൊരു ഭാര്യ തന്നെ പറയണല്ലോ, നല്ല കാമുകി എന്നൊക്കെ പറയണല്ലോ ഇന്നത്തെ കാലത്തിൻ്റെ, നല്ല ഭർത്താവ് എന്നൊക്കെ പറയണ്ടേ. കാരണം കഷായം കൊടുത്ത് കാമുകന്മാരെ കൊല്ലുന്ന കാലമാണ്. സ്വന്തം ഭർത്താവിനെ ഭാര്യയും ഭാര്യയെ ഭർത്താവും പീസാക്കിയിട്ട് അല്ലേ ട്രോളിയിലാക്കിയിട്ട് കാട്ടിക്കൊണ്ട് തള്ളുന്ന കാലമാണ്. നല്ല ഭാര്യയെപ്പോലെ ഉപദേശ സംഹിതയാണെന്നാണ് പറയുന്നത് നല്ല സാഹിത്യകൃതി. നിങ്ങളെ അത് മാറ്റിമറിക്കും. നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൃതികളെ മുഴുവൻ പഠിച്ചാൽ അതാണ് അതിന് കാരണം.